ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വിശ്വാസത്തിന്റെയും വിജയത്തിന്റെയും ധൈര്യത്തിന്റെയുമായ മനോഹരമായ ഒരു ബൈബിൾ കഥയാണ്. ദാവീദും ഗോലിയാത്തും. ഇസ്രായേൽ സൈന്യവും ഫിലിസ്ത്യ സൈന്യവും തമ്മിൽ വളരെ വലിയൊരു യുദ്ധം നടന്നു. ഇതിൽ ഫിലിസ്ത്യരോടൊപ്പം ആജാനുബാഹുവായ ഗോലിയാത്ത് എന്ന ഒരാളുണ്ടായിരുന്നു. അവന്റെ രൂപവും ഭാവവും ശബ്ദവും ഒരുപോലെ വൈകൃത നിറഞ്ഞതായിരുന്നു. അവൻ നിരന്തരം ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. നിങ്ങളിൽ ഒരാൾ വന്ന് എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ അടിമകളായിക്കൊള്ളാം. മറിച്ചാണ് സംഭവിക്കുന്നതെന്ന് വരികിൽ നിങ്ങൾ ഞങ്ങളുടെ അടിമകളായിരിക്കും. ഇവന്റെ ആക്രോശവും ഇവനെ കണ്ടിട്ടുള്ള രൂപവും കണ്ടിട്ട് ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും ഒരാൾ പോലും അവരോട് എതിരിടാൻ വന്നില്ല. ഈ സമയത്താണ് നമ്മുടെ ദാവീദ് എന്ന ഇടയബാലൻ അവിടെ വരാനിടയായത്. അവൻ വന്നത്, അവന്റെ സഹോദരന്മാർ രണ്ടുപേരും യുദ്ധമുഖത്തുണ്ടായിരുന്നു. അവർ പിതാവിന്റെ ആഗ്രഹപ്രകാരം അവർക്ക് ഭക്ഷണവുമായി വന്നതാണ് അവൻ ദൂരെ വെച്ച് തന്നെ ഈ അലർച്ച കേട്ടു. ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ വെല്ലുവിളിക്കാൻ ഇവൻ ആരാണ്? ഇവനെ എതിരിടാൻ ഇവിടെ ആരുമില്ലേ? ഈ ചോദ്യം കേട്ട് രാജാവ് അവനെ വിളിപ്പിച്ചു. രാജാവിനോട് അവൻ പറഞ്ഞു, അങ്ങ് ഒരിക്കലും ഭയപ്പെടണ്ട, ഇവനെ നേരിടാൻ ഞാൻ മാത്രം മതി. രാജാവ് പറഞ്ഞു, നീ ചെറുപ്പമാണ്, അവനോ ചെറുപ്പം മുതലേ ഒരു യോദ്ധാവുമാണ്. പിന്നെ നീ എങ്ങനെ അവനെ നേരിടും? രാജാവേ, അങ്ങ് ഭയപ്പെടേണ്ട. ഞാൻ എന്റെ പിതാവിന്റെ ആടുകളെ മേയ്ക്കുമ്പോൾ സിംഹവും കരടിയും പുലിയും ഒക്കെ അവിടെ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്താറുണ്ട്. പക്ഷെ അവയെല്ലാം എതിരിടുന്നത് എന്റെ ജീവനുള്ള ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ തന്നെയാണ്. ദൈവം അവയിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചിട്ടുണ്ട്. പിന്നെയാണോ ഇവൻ? ഞാൻ ചെയ്തുകൊള്ളാം രാജാവേ. രാജാവ് ഉടനെ തന്നെ അവന് പടച്ചട്ടയും വാളും എത്തിച്ചു കൊടുത്തു. അവൻ അതൊക്കെ ഇട്ടുനോക്കി, പക്ഷെ അവൻ അതൊന്നും ഇണങ്ങിയില്ല. അവൻ അതൊന്നും പറ്റുകയില്ല. അവൻ അതെല്ലാം ഊരി രാജാവിനെ തിരിച്ചു ഏൽപ്പിച്ചു. അവന്റെ കയ്യിലുണ്ടായിരുന്ന വടിയും കവണിയും 5 കല്ലുകളുമായി അവൻ യുദ്ധമുഖത്തേക്ക് പോയി. അവിടെ അവനെ ദൂരെ വെച്ച് കണ്ടതേ ഗോലിയാത്ത് ചോദിച്ചു, നീ എന്താ ഒരു പട്ടിയെപ്പോലെ എന്നെ എതിരിടാൻ വടിയുമായി വരുന്നതെന്ന്. അവൻ മറുത്തൊരു വാക്കും പറഞ്ഞില്ല. അവന്റെ ഉള്ളിലുണ്ടായിരുന്നു, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം എന്നോടൊപ്പമുണ്ട്, പിന്നെ എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അവന്റെ കവണിയിൽ ഒരു കല്ല് വെച്ച് ചുഴറ്റിക്കൊണ്ട് ഒറ്റയേറെറിഞ്ഞു. നേരെ ചെന്ന് അത് ഗോലിയാത്തിന്റെ തിരുനെറ്റിയിൽ തന്നെ ചെന്ന് കൊണ്ടു. അവൻ അവിടെ വീണു. ഇത് കണ്ട ഇസ്രായേൽ ജനം അവൻ വീണത് കണ്ടുകൊണ്ട് ചാടി വീണു. അവർ വിജയിച്ചു. ഫിലിസ്ത്യർ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ മുൻപിൽ വരുന്ന ഭയാനകങ്ങളായ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കൊന്നുമല്ല. അവന്റെ കയ്യിലിരിക്കുന്ന ഗോലിയാത്തിന്റെ കയ്യിലിരുന്ന ആയുധ സന്നാഹങ്ങളൊന്നുമല്ല. ജീവിക്കുന്ന ദൈവമാണ് ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്നത്. ആ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമ്മുടെ മുൻപിലുണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങളെ നമുക്ക് നമ്മുടെ ജീവനുള്ള ദൈവത്തോടൊപ്പം നിന്ന് നേരിട്ട് പരാജയപ്പെടുത്താം. നമുക്ക് വിജയിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.